കോഴിക്കോട് വടകര പുതുപ്പണത്ത് സംഘർഷത്തിൽ 3 CPM പ്രവർത്തകർക്ക് കുത്തേറ്റു എന്ന വാർത്ത. വായനശാലയുടെ മേൽക്കൂര മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചതും കത്തിക്കുത്തുണ്ടായതും. BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് CPM ആരോപിക്കുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. വടകര പുതുപ്പണത്താണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. അവിടെ ഒരു വായനശാലയുണ്ട്, അത് CPIMന്റെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്ന സാഹചര്യമുണ്ട്. അത് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അത് മാറ്റുന്നത് സമീപവാസിയായിട്ടുള്ള വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു ആരോപണം ഉയർന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്കേറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വാക്കേറ്റങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ പട്രോളിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു. ആ പട്രോളിങ്ങിനൊക്കെ ശേഷമാണ് പിന്നീട് ഇന്നലെ രാത്രി 12 മണിയോട് കൂടെ ഈ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷമുണ്ടാകുകയും അത് പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ CPIM പ്രവർത്തകരായിട്ടുള്ള 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ബിബേഷ്, ഹരിദാസൻ, അതുപോലെ തന്നെ പ്രവീൺ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ പ്രവീണിൻ്റെ നില ഗുരുതരമാണ്. പ്രവീണിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് 2 പേരും വടകര സഹകരണ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയാണ്. ഈ സംഭവത്തിന് പിന്നിൽ BJP പ്രവർത്തകരും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരുമാണ് എന്നാണ് CPIM ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താലാണ് ഇന്ന് പുതുപ്പണത്ത് തുടരുന്നത്. ഒപ്പം തന്നെ വൈകിട്ട് CPIMന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.